അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വത്തനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ബാബയുടെ സമീപത്ത് എത്തിച്ചേരുമ്പോൾ തന്നെ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകുന്നു. ബാബയ്ക്ക് സ്നേഹസ്മരണകൾ നൽകിയപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി, ലോകത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് സർവ്വതും അറിയുന്നുണ്ട്. ബാബ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, യജ്ഞത്തിൻ്റെ സ്ഥാപന തുടക്കത്തിൽ ഉണ്ടായപ്പോൾ ശിവബാബ ബ്രഹ്മബാബയ്ക്ക് തന്നെയാണ് വിനാശത്തിൻ്റെ ദൃശ്യം കാണിച്ചത്. പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നതിൻ്റെ ദൃശ്യം. സാകാരത്തിൽ ആദിദേവനും ആദിദേവിയും ആദിരത്നങ്ങളുമായ കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളിലൂടെ സ്ഥാപനയുടെ കാര്യം ആരംഭിച്ചു. അതിനുശേഷം ബാബ തൻ്റെ കുട്ടികളിലൂടെ ആദി ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന കുട്ടികളിലൂടെ ബാബ ആരംഭിച്ചു. അതിനുശേഷം ബാബ തൻ്റെ കുട്ടികളിലൂടെ ആദി ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ തൻ്റെ കുട്ടികളിലൂടെ ആരംഭിച്ചതിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, എപ്രകാരമാണോ തുടക്കത്തിൽ ബാബയുടെ കുട്ടികളായിരുന്ന ആദി രത്നങ്ങൾ വളരെയധികം ഗുപ്ത രീതിയിൽ ഇരുന്നു, ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷം ആയില്ല, ലോകത്തിന് അറിയാമായിരുന്നില്ല. അറിഞ്ഞാൽ തന്നെയും അവരുടെ തിരിച്ചറിവും അവരുടെ ചിന്തയും തെറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണോ വർത്തമാന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് ആയാലും, ഇപ്പോൾ ആദിരത്നങ്ങളുടെ പാർട്ട് പൂർത്തിയായി. ഇപ്പോൾ മുന്നോട്ട് കുട്ടികൾക്ക് സേവനത്തിലൂടെയും തൻ്റെ സ്വ ഉന്നതിയിലൂടെയും തൻ്റെ പുരുഷാർത്ഥത്തിലൂടെയും തൻ്റെ അവസ്ഥയിലൂടെ കുട്ടികളായ നിങ്ങൾ ഓരോ ആത്മാവിൻ്റെയും മുന്നിൽ പ്രത്യക്ഷമാകണം എന്ന് ബാബ പറഞ്ഞു. ഒരു ശാന്തി ദൂതൻ ആകണം. കാരണം ലോകത്തിൽ ഇപ്പോൾ വളരെയധികം പ്രകാരത്തിലുള്ള ചഞ്ചലതകൾ ഉണ്ട്, ദുഃഖവും അശാന്തിയും ഉണ്ട്. ലോകത്തുള്ളവർ മറ്റ് വിചാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും മറ്റ് അനേകം പ്രകാരത്തിലുള്ള ആധാരങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ കാര്യമാണ് വിശേഷിച്ച് ഇത് ചെയ്യണം. ഓരോ ബ്രാഹ്മണനായ കുട്ടിയും തൻ്റെ സ്ഥാനത്ത്, അത് സെൻറ്റർ ആയാലും ശരി, ഗീതാ പാഠശാല ആയാലും ശരി, ഓരോ സ്ഥാനത്തും ശാന്തിയുടെ വൈബ്രേഷൻ ദൂരെയുള്ള മറ്റ് ആത്മാക്കൾക്ക് നൽകണം. ബാബ പറഞ്ഞു, ഏതുപോലെ തുടക്കത്തിൽ കുട്ടികൾ ഗുപ്തമായിരുന്നു, ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ സമയമനുസരിച്ച് കുട്ടികളായ നിങ്ങളെ ബാബയും അറിയുന്നുണ്ട്, ലോകത്തുള്ളവരും അറിയുന്നുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ജോലിയാണ് വിശേഷിച്ച് സമയമനുസരിച്ച് എവിടെ പോയാലും ആർക്കെങ്കിലും ഒരൽപ്പം ജ്ഞാനം കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ബാബ പറഞ്ഞു, നിങ്ങൾ എല്ലാ കുട്ടികളും സ്വയം മാസ്റ്റർ ശാന്തി ദാതാവായി, ശാന്തി ദൂതനായി അനേകം ആത്മാക്കൾക്ക്, അന്യ ആത്മാക്കൾക്ക് അത്രയും ശക്തി പ്രദാനം ചെയ്യണം. കാരണം വരാൻ പോകുന്ന സമയത്ത് വളരെയധികം ആത്മാക്കൾ ദുഃഖിതരും അശാന്തരുമായവർ വരും. അപ്പോൾ ശാന്തിയുടെ ദാനം ചെയ്യുന്നതിനും യോഗ്യരായവർ കുട്ടികളായ നിങ്ങൾ തന്നെയാണ്. ബാബ ഇങ്ങനെ ഗൗരവപൂർവം കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, തുടക്കത്തിൽ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. വിനാശത്തിൻ്റെ പേര് കേട്ടപ്പോൾ ലോകർ ചിരിച്ചു.
എന്നാൽ ഇപ്പോൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നു, വിനാശവും ഉണ്ടാകാൻ പോകുന്നു, സമയവും വളരെ സമീപത്താണ് എന്ന്. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സേവനം ഇതാണ്: അന്യ ആത്മാക്കൾക്ക് നൽകണം. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഏതെല്ലാം ആത്മാക്കളുടെ ഓർമ്മയുണ്ടായിരുന്നുവോ അതും ബാബയ്ക്ക് നൽകി. ബാബ വളരെ സ്നേഹത്തോടെ ആ ഭാഗത്ത് നോക്കുകയായിരുന്നു, ദൃഷ്ടിയും പതിപ്പിക്കുന്നുണ്ടായിരുന്നു. ബാബ ദയാഹൃദയനാണ്. ബാബ ദയാഹൃദയനായി ആ ആത്മാക്കൾക്കും സകാശ് നൽകുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഇത് ബാബയും ചെയ്തു, മറ്റ് ആത്മാക്കൾക്ക് വേണ്ടി കുട്ടികൾക്കും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.